ഇരമ്യാവ് 42:10. ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണിയുകയും പറിച്ചു കളയാതെ നടുകയും ചെയ്യും. BC 586 ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേം കീഴടക്കുകയും ദൈവാലയം തകർക്കുകയും ചെയ്തു. യഹൂദന്മാരിൽ ഭൂരിഭാഗം പേരെയും ബാബേലിലെ പ്രവാസികളായി കൊണ്ടുപോയി. എന്നാൽ കുറച്ചുപേർ മാത്രം യഹൂദയിൽ ശേഷിച്ചു. ശേഷിച്ച യഹൂദന്മാരെ ഭരിക്കുവാൻ നെബൂഖദ്നേസർ ഗദല്യാവിനെ നിയമിച്ചു. എന്നാൽ ഇശ്മയേൽ എന്ന വ്യക്തി ഗദല്യാവിനെ വധിച്ചു. ഇതിനെ തുടർന്ന് ബാബേൽ രാജാവ് തങ്ങളെ ശിക്ഷിക്കുമെന്ന് ശേഷിച്ച ജനം ഭയപ്പെട്ടു. അവർ മിസ്രയീമിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ഈ സമയത്ത് അവർ യിരെമ്യാ പ്രവാചകന്റെ അടുത്ത് ചെന്ന് ദൈവഹിതം ചോദിക്കുന്നു. 10 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം നൽകിയ മറുപടിയാണ് നാം ഇവിടെ വായിച്ചത്. മിസ്രയീമിലേക്ക് പോകാതെ സ്വന്തം നാട്ടിൽ തന്നെ ഉറച്ചു നിന്നാൽ, ഭയപ്പെടാതെ നിന്നാൽ, യഹോവയാം ദൈവം അവരെ വീണ്ടും പണിയുമെന്നും വീണ്ടും നടുമെന്നും അരുളി ചെയ്യുന്നു. എന്നാൽ അതിനൊരു വ്യവസ്ഥ ദൈവം വെച്ചിരുന്നു. ജനം സ്വന്തം ദേശത്ത് തന്നെ പാർക്കണം. അത് ദൈവം അവരോട് ആവശ്യപ്പെട്ട ഒരു വ്യവസ്ഥയായിരുന്നു. കാരണം ജനം നേരത്തെ തന്നെ മിസ്രയീമിലേക്ക് പോകുവാൻ തീരുമാനിച്ചിരുന്നു. നമ്മോടും ദൈവം ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവിക വ്യവസ്ഥയിൽ നാം നിന്നാൽ നമ്മൾ പൊളിച്ചു കളയപ്പെടില്ല, എന്നാൽ പണിയപ്പെടും. പറിച്ചു കളയപ്പെടില്ല, നടപ്പെടും. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മെ മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നാണ്. അങ്ങനെ ചെയ്യുന്ന അവസരങ്ങളുണ്ട്. എന്നാൽ സാധാരണയായി നാം എവിടെ പരാജയപ്പെട്ടോ, എവിടെ നിർധനരായി തീർന്നോ, എവിടെ നിരാലംബരായി തീർന്നോ, അവിടെ തന്നെ ദൈവം നമ്മെ ഉയർത്തി മാനിക്കും. ഇവിടെ തൻ്റെ ജനത്തെ അവരുടെ സ്വദേശത്തു നിന്ന് ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ ശേഷിക്കപ്പെട്ട ഒരു ചെറിയ കൂട്ടമുണ്ടായിരുന്നു. അവരെ ദൈവം പണിയുവാനും വളർത്തുവാനും ആഗ്രഹിച്ചു. എന്നാൽ ജനം അത് കേട്ടനുസരിച്ചില്ല. നമ്മുടെ ജീവിതത്തിലും ദൈവിക വ്യവസ്ഥിതികളോട് ചേർന്ന് നിൽക്കുന്നവരായി മാറാൻ നമുക്ക്. നമ്മുടെ കഷ്ടതയുടെ നടുവിൽ, നിലവിളിയുടെ നടുവിൽ ദൈവം നമ്മോട് എന്താവശ്യപ്പെടുന്നോ അത് ചെയ്യുന്നവരായി മാറാൻ നമുക്ക്. ദൈവിക വാഗ്ദത്തങ്ങളെ നൽകുമ്പോൾ അതിനെ മുറുകെ പിടിക്കുന്നവരായി മാറാം. നമുക്ക് അങ്ങനെയാണെങ്കിൽ വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. സ്വന്തം വിവേകത്തിൽ ഊന്നിയാൽ അത് നമ്മെ നാശത്തിലേക്കും നയിക്കുവാൻ ഇടയായിത്തീരും. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, സ്വന്തം വിവേകത്തിൽ ഊന്നാതെ അങ്ങയെ മാത്രം ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.